ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഡിഷാണ് ഗുലാബ് ജാം. പക്ഷേ ഈ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോയി കഴിക്കാൻ പറ്റത്തില്ലല്ലോ. സോ നമുക്കത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഏത് കപ്പിലാണോ ഷുഗർ എടുത്തിട്ടുള്ളത് ആ സെയിം കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഷുഗർ നന്നായി മെൽറ്റ് ആവണം. അതുപോലെ തന്നെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറുക വേണം. ഇനി അതിലേക്ക് മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായ കൂടി ഇട്ട് കൊടുക്കാം. ഒരു നൂൽപ്പരുവം ആവണമെന്നില്ല, ജസ്റ്റ് നമ്മുടെ കയ്യിലൊന്ന് സ്റ്റിക്ക് ആവണതാണ് നമ്മുടെ സിറപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മുടെ സിറപ്പ് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് ഓഫ് ലെമൺ ഒഴിച്ചു കൊടുക്കുക. എഗെയിൻ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിറപ്പ് ഇപ്പോൾ ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. 1 കപ്പ് റവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കിനി വേണ്ടത് 2 കപ്പ് തിളപ്പിച്ചാറ്റിയ പാലാണ്. ഇത് നന്നായി തിളപ്പിച്ച പാലാണ്. അതിനുശേഷം നന്നായി തണുപ്പിച്ചെടുക്കണം. ഷുഗർ എടുത്ത സെയിം കപ്പിൽ തന്നെയാണ് നമ്മൾ റവയും പാലും എടുത്തിട്ടുള്ളത്. ഇത് 1 കപ്പ് റവയുണ്ട്. നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. ബ്രൗൺ കളർ ആവണമെന്നില്ല, നമുക്ക് റോസ്റ്റ് ചെയ്ത് കിട്ടിയാൽ മതി. അതിൻ്റെ ആ റോ സ്മെല്ലൊന്ന് മാറി കിട്ടുന്ന വരെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ റവ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റവയിലേക്ക് നമ്മൾ 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിത് ആദ്യം തിളപ്പിച്ച് വെച്ച പാലാണ്, തിളപ്പിച്ച് ആറ്റിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. റവയും അതുപോലെ തന്നെ പാലും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. കട്ടിയൊന്നും വരാതെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അഗെയിൻ നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം ആകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായി സോഫ്റ്റായി കുഴച്ചെടുക്കണം. ചെറിയ ചൂടോട് കൂടി തന്നെ കുഴയ്ക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. റവ ആയതുകൊണ്ട് തന്നെ തണുക്കുമ്പോൾ ഇത് ബലം പിടിക്കും. അപ്പോൾ നമുക്ക് കുഴയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചെറിയ ചൂടോട് കൂടി തന്നെ നന്നായി കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റാക്കി വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക ആദ്യം. എന്നിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ബോൾസ് ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി പ്രസ് ചെയ്തിട്ട് വേണം ബോൾസ് ആക്കാനായിട്ട്. ഉള്ളിലൊന്നും ഗ്യാപ്പൊന്നും പാടില്ല, അതായത് എയർ കയറാൻ പാടില്ല ഉള്ളിൽ. അതുകൊണ്ട് നന്നായി പ്രസ് ചെയ്തിട്ട് അമർത്തിയിട്ട് വേണം ബോൾസ് ആക്കാനായിട്ട്. സ്പേസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റ് പരുവത്തിന് കിട്ടത്തില്ല. നമ്മുടെ എല്ലാ മിക്സും ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി തിളച്ചതിന് ശേഷം നമ്മുടെ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. എപ്പോഴും ഇളക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് മറയ്ക്കാനൊക്കെ ആയിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ബോൾസൊക്കെ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മളത് കോരിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അതിലത്തെ എണ്ണ പോകാൻ വേണ്ടി നമുക്കൊന്ന് വെക്കാം.
എണ്ണ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമേ നമ്മൾ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമുക്കത് സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബോൾസ് പൊന്തിയിട്ടാണ് കിടക്കുന്നത്. കുറച്ച് ടൈം കഴിയുമ്പോൾ നമ്മുടെ സിറപ്പ് ബോൾസിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ സാവധാനം അത് അടിയിലേക്ക് പൊക്കോളും. മിനിമം നമ്മളൊരു 2 മണിക്കൂറെങ്കിലും നമ്മുടെ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കണം. ഒരു ഡേ ഫുള്ള് വെക്കുകയാണെങ്കിൽ അതാണ് ബെറ്റർ. ഇന്ന് നൈറ്റ് നമ്മൾ ചെയ്തിട്ട് പിറ്റേ ദിവസം മോർണിംഗ് എടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ എന്തായാലും വെക്കണം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണിത്, അതുപോലെ തന്നെ ഭയങ്കര സ്വീറ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എന്തായാലും പുറത്ത് പോയി വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.